സുരേഷ് ഗോപി സാർ അവിടെ സന്നിഹിതനായിരുന്നു. ആശീർവാദ സമയമായതുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ നേരിട്ട് ബന്ധപ്പെടാനൊന്നും പറ്റില്ല. പക്ഷെ മറ്റൊരു ദിവസം ഉറപ്പായിട്ടും എന്റെ അടുത്ത് വരുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തിരുന്നു. ഈ സംഭവം സിജു പറഞ്ഞത് ഞാൻ സിനോജിനെ അറിയിച്ചപ്പോ ചേട്ടനോട് ചോദിച്ചു. ഞങ്ങളെല്ലാവരും സുരേഷ് ചേട്ടൻ എന്നാണ് ഇപ്പൊ വിളിക്കുക. ചേട്ടനോട് ചോദിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ രാത്രിയിൽ ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് സിനോജ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ രാവിലെ 8:15 സുരേഷ് ഗോപി സാറ് ഇവിടെ എത്തിയിരിക്കും. അത് വലിയൊരു സന്തോഷമാണ്. ഞാൻ അപ്പോൾ തന്നെ ആ മെസ്സേജ് സിജിക്ക് കൈമാറി. ഒറ്റ രാത്രി കൊണ്ട് തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും. പക്ഷേ പ്രഭാതത്തിൽ ഞാൻ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ കേരളത്തിലെ മുഖ്യധാര ചാനലുകളെല്ലാം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാവരും ഇവിടെ റെഡിയാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ വന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ വരുവാനുള്ള ആ റൂട്ട് ഇത്തിരി നമുക്കറിയാലോ, പൈലറ്റ് വാഹനമാണ് നിയന്ത്രിക്കുക. അത് മാറിയത് കൊണ്ട് കുറച്ച് വൈകിയാണെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് ഇവിടെ എത്തി ഈ ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെട്ടു. അതുകൊണ്ട് ചാനലുകാരൊക്കെ വന്നു. സുരേഷ് ചേട്ടൻ ഒരു ഗിഫ്റ്റ് കൊടുത്തു. അന്നൊരു ഗിഫ്റ്റ് കൊടുത്തു, ഇന്നും കൊടുത്തു. അന്ന് കൊടുത്ത